നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. അരിക്കൊമ്പൻ ദൗത്യം വൈകാൻ സാധ്യത. പറമ്പിക്കുളത്ത് ജനകീയ പ്രതിഷേധം തുടങ്ങി. മിഷൻ അരിക്കൊമ്പൻ അനിശ്ചിതത്വത്തിലാകുമോ എന്ന ആശങ്കയിൽ ചിന്നക്കനാൽ ശാന്തൻപാറ ആദിവാസികൾ. ഇടുക്കിയിൽ ഡ്യൂട്ടി മറന്ന് നൃത്തം ചെയ്ത SIക്ക് സസ്പെൻഷൻ. നടപടി ശാന്തൻപാറ SI ഷാജിക്കെതിരെ. തിരുവനന്തപുരത്ത് ട്രെയിനിൽ കടത്തിയ കഞ്ചാവ് പിടിച്ചു. ചെന്നൈ ട്രിവാൻഡ്രം എക്സ്പ്രസിൽ നിന്നും കണ്ടെടുത്തത് 8 കിലോ കഞ്ചാവ്. താമരശ്ശേരിയിൽ അനധികൃത മണൽ ഖനനം വ്യാപകം. നടപടി ശക്തമാക്കി റവന്യൂ വകുപ്പ്. കരിങ്ങമണ്ണക്കടവിൽ നിന്ന് ലോറി പിടിച്ചു. നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. അരിക്കൊമ്പനെ പിടിച്ചുമാറ്റാൻ കോടതി ഉത്തരവായി എങ്കിലും ദൗത്യത്തിന് കാലതാമസം നേരിടുമോ എന്ന ആശങ്കയിലാണ് ചിന്നക്കനാൽ ശാന്തൻപാറ നിവാസികൾ. പറമ്പിക്കുളത്ത് ജനകീയ പ്രതിഷേധം ഉയരുന്നതുമൂലം ദൗത്യം നീളുമോ എന്നാണ് ഇവിടുത്തുകാർക്ക് അറിയേണ്ടത്. അപകടകാരിയായ ഒറ്റയാൻ അരിക്കൊമ്പനെ മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിൽ നിന്നും മാറ്റുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവായത്. ഈസ്റ്ററിന് ശേഷം ദൗത്യം നടപ്പിലാക്കാനാണ് നിർദ്ദേശം. ദൗത്യത്തിനായി ചിന്നക്കനാലിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായെങ്കിലും റേഡിയോ കോളർ അടക്കം എത്തിക്കുന്നതിന് കാലതാമസം നേരിടുന്നതിനാൽ ദൗത്യം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അരിക്കൊമ്പനെ പിടിച്ചുമാറ്റുന്നതുവരെ പ്രദേശവാസികൾ ആശങ്കയിലുമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇത് എത്രയും വേഗം ഈ ആനയെ പിടിച്ചുകൊണ്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ഒരു പ്രധാനമായ ആവശ്യം. കാരണം ഇത് താമസിക്കുന്നവരും ഞങ്ങളുടെ ഈ മേഖലയിലെ ജനങ്ങളിൽ വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. എനിക്കൊന്ന് ഇന്നുകൂടി അവിടെ കാട്ടാനയുടെ അക്രമം 301 കോളനിയുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരിക്കുന്നു. പറമ്പിക്കുളത്തുയരുന്ന ജനകീയ പ്രതിഷേധം ദൗത്യം നീളാൻ കാരണം ആകുമോ എന്ന ആശങ്കയുമുണ്ട്. GPS സാറ്റലൈറ്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന റേഡിയോ കോളറാണ് അരിക്കൊമ്പന് ഘടിപ്പിക്കേണ്ടത്. പറമ്പിക്കുളത്ത് മൊബൈൽ ടവറുകൾ ഇല്ലാത്തതിനാൽ സാധാരണ കോളർ ഉപയോഗിക്കുന്നത് അപ്രായോഗികമാണെന്ന വാദവുമുണ്ട്. മതികെട്ടാനിലെ വനമേഖലയിൽ നിന്നും ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ ജനവാസ മേഖലയിൽ പതിവായി ഇറങ്ങുന്ന ആനയാണ് അരിക്കൊമ്പൻ. അതിവിസ്തൃതമായ വനപ്രദേശം മേഖലയിലില്ലാത്തതും ആനകളുടെ എണ്ണം വർദ്ധിച്ചതും ആനശല്യം രൂക്ഷമാകുന്നതിന് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 ചിന്നക്കനാൽ. ഈ ദൗത്യത്തിന്റെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കെ ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. 301 കോളനിയിലെ ജോർജിന്റെ വീടാണ് ഈ അരിക്കൊമ്പൻ തകർത്തത്. പ്രിൻസ് ചേരുന്ന വിശദാംശങ്ങളുമായി. പ്രിൻസ്, ഈ ആശങ്ക അകന്നിട്ടില്ല ഇപ്പോഴും. ഇടുക്കി ചിന്നക്കനാൽ ശാന്തൻപാറ പ്രദേശവാസികൾക്ക് അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ടോ? 301 കോളനി നിവാസിയായ ജോർജിന്റെ വീടാണ് കഴിഞ്ഞ രാത്രിയിൽ ഈ ആന തകർത്തത്. അരിക്കൊമ്പൻ ഈ മേഖലയിലൂടെയൊക്കെ ഏതാനും ദിവസമായി നടക്കുന്നുണ്ടായിരുന്നു. അതായത് സിമന്റ് പാലത്ത് കുങ്ക്യാന താവളത്തിലും 301 കോളനിയിലും കരികനാല മേഖലയിലുമൊക്കെ ആയിരുന്നു ആന അരിക്കൊമ്പൻ നടന്നിരുന്നത്. ഇന്ന് ഈ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഈ സമയത്ത് വീട്ടുകാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവര് മറ്റു ആശുപത്രി ആവശ്യത്തിനായി പോയതിനാൽ ആണ് വലിയ ദുരന്തം ഒഴിവായത്. ഈ വീടിന് ചേർന്ന് നിർമ്മിച്ചിരുന്ന അടുക്കളയുടെ തകർ ഷീറ്റുകൾ മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ഈ കുടിനിവാസികൾ മറ്റുള്ളവർ ഓടിയെത്തുകയും ആനയെ ഓടിക്കുകയുമായിരുന്നു. എന്തായാലും ആന ഇവിടുന്ന് മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ആളുകൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. ഈ ആന ഏത് സമയത്തും ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നു. പ്രത്യേകിച്ചും 301 കോളനി, സിംഗുകണ്ടം, ആനയിറങ്കൽ, പന്നിയാൻ തുടങ്ങിയ മേഖലകളിലാണ് അരിക്കൊമ്പൻ ഏറ്റവും കൂടുതൽ ദുരിതം വിരിച്ചിട്ടുള്ളത്. വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുള്ളത്. പ്രത്യേകമായും അരി തേടിയുള്ള ഈ യാത്രകളിലാണ് വലിയ ദുരന്തങ്ങൾക്കും നാശനഷ്ടങ്ങളിലേക്കും ഒക്കെ ഇടവരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആനയെ ഈ പ്രദേശത്ത് നിന്നും പിടിച്ചു മാറ്റണമെന്ന് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ആനയെ പിടിച്ചുമാറ്റാനുള്ള നിർദ്ദേശം ലഭിച്ചുവെങ്കിൽ പോലും, ഉത്തരവുണ്ടായെങ്കിൽ പോലും അരിക്കൊമ്പന്റെ പരാക്രമണങ്ങൾ തീരുന്നില്ല. ഇന്നലെയും 301 കോളനിയിൽ ജോർജിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയരുകയാണ് പറമ്പിക്കുളത്ത്. അവിടെ ജനകീയ പ്രതിഷേധം ആരംഭിച്ചു. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് എത്തിക്കുന്നത് തടയാൻ കോടതിയെ സമീപിക്കുമെന്ന്, സമരം ശക്തമാക്കുമെന്നും നെന്മാറ MLA K ബാബു പറഞ്ഞു. ഇന്ന് പറമ്പിക്കുളത്ത് പ്രതിഷേധത്തിന്റെ തുടക്കമാവുകയാണ്. നമ്മളോടൊപ്പം MLA കൂടി ചേരുന്നുണ്ട്. എന്ത് ആശങ്കയാണ് പറമ്പിക്കുളത്ത്? എന്തുകൊണ്ടാണ് ഇത്രയേറെ ഭീതി ഈ വിഷയത്തിൽ?
പറമ്പിക്കുളത്തുകാർക്കുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ ഒരുക്കമ്പൻ ഇടുക്കി മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ, അതുപോലെ പിന്നെ ജീവഹാനി, ഇതൊക്കെ തന്നെയാണ് ആശങ്ക. ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടും പത്രമാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വാർത്ത ഈ പറമ്പിക്കുളത്തെ ജനങ്ങളും മറ്റും നമ്മളും വായിക്കുന്നുള്ള. കോടതി തന്നെ ഈ ഒരു ആശങ്ക രേഖപ്പെടുത്തിയല്ലോ. നിങ്ങളിവിടെ കൊണ്ടുപോകുന്നത് ശരിയാണോ? അവിടെ ജനങ്ങളില്ലേ, അവരും കൂടെ ചർച്ച ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ അതിനാവശ്യമായ തീറ്റയുണ്ടോ? മതപ്പാട് ഇളകിയ ആനയല്ലേ, ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന് പകരം നിങ്ങൾക്കത് കൂട്ടിലടച്ചൂടെ? അല്ലെങ്കിൽ അതിന് സംരക്ഷണം കൊടുക്കാൻ മറ്റു മാർഗ്ഗങ്ങൾ അന്വേഷിച്ചൂടെ എന്ന് അത് തന്നെയാണ് ഞങ്ങൾക്കും. കോടതി, ബഹുമാനപ്പെട്ട കോടതി ഈ വിദഗ്ധ സമിതിയോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. ചില വിദഗ്ധ സമിതിക്കാർ പറഞ്ഞത് ഇപ്പോൾ ഒരു കൊമ്പൽ റേഞ്ചിൽ പിന്നെ മുതുവര ചാലിലാണ് കൊണ്ടുവിടുന്നതാണ്. തൊട്ട ബോർഡറാണത്. ചാലക്കുടിക്ക് ഇറങ്ങിപ്പോകാൻ വളരെ എളുപ്പമോ. അതുപോലെ തന്നെയാണ് മംഗൾഡാം പ്രദേശം. അതുപോലെ തന്നെയാണ് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ കുരിയാർകുറ്റി കോളനി, കച്ചിത്തോട് കോളനി, ഇറങ്ങി വന്ന തേക്കടിയിൽ നിന്ന് ഇറങ്ങിയാൽ താഴെ ചമണം. രക്തസമിതിയുടെ പരാമർശം മുതുവരച്ചാലിൽ ആൾ താമസമില്ല, ജനവാസ മേഖലയല്ല എന്നുള്ളതാണ്. ഈ വനത്തിന് ഉൾവനങ്ങളിൽ ഇപ്പോൾ എവിടെ ആൾ താമസമുള്ളത്? മുതുവരച്ചാലിൽ നിന്നും 3 മണിക്കൂറാണ് മനുഷ്യൻ നടന്നാൽ എത്തുന്ന ദൂരമാണ് ഈ കുഞ്ചിയാർവതി. അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ നടന്നാൽ എത്തുന്നതാണ് കുരിയാർകുറ്റി. കുരിയാർകുറ്റിയിൽ നിന്നും മനുഷ്യൻ നടന്നാൽ എത്തുന്നു 1.5-3 മണിക്കൂറുണ്ട് അവിടെ എത്തും. പറമ്പിക്കുളത്ത് എത്തും. പറമ്പിക്കുളം ജനവാസ മേഖലയാണ്, കുരിയാർകുറ്റി ജനവാസ മേഖലയാണ്. കുഞ്ചിയാർവതിയിൽ നിന്ന് തളീക്കൽ ആദിവാസി കോളനിയാണ്. അവിടെ നിന്നും വളരെ എളുപ്പമാണ് എവിടെ എത്താൻ, മംഗൾ ഡാമിലെത്താൻ. ചാലക്കുടിക്ക് അതിനേക്കാൾ എളുപ്പമാണ്. അത് വിദഗ്ധ സമിതി ഈ കൊണ്ടുവിടുന്ന സ്ഥലം കാട് തന്നെയാണ്, അതിനൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ കാട്ടിനകത്തുള്ള മനുഷ്യർ അധിവസിക്കുന്ന പ്രദേശം തൊട്ടടുത്തുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയില്ല അവർ. അത് വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ എത്തുമെന്ന് ബോധ്യപ്പെടുത്തിയില്ല അവർ. കൊണ്ടുവിടുന്നത് കാട്ടിലല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു മനുഷ്യവാസമില്ല, എത്ര കിലോമീറ്റർ ദൂരം. അതുകൊണ്ട് ഇവിടെ വിട്ടുകഴിഞ്ഞാൽ അത് സുരക്ഷിതമായിരിക്കും എന്നതിന് എന്തുറപ്പുള്ളത്? അതിനാണ് ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിക്കാം. ഇനി ആർക്കെങ്കിലും ഒരു ജീവഹാനി ഉണ്ടായതിനു ശേഷം വർത്തമാനം പറയാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലെ ഇതിനെ കൂട്ടിലടയ്ക്കട്ടെ, പരിശീലനം കൊടുക്കട്ടെ. കേരളത്തിൽ ഒരു നല്ല കൊങ്കിയാനെ വാർത്തെടുക്കാൻ വേണ്ടി ഈ പിന്നെ അരിക്കൊമ്പനെ കൊണ്ട് കഴിയുന്നുള്ള വിശ്വാസമാണ് നമുക്ക്. അങ്ങനെ ഏത് രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും? സർവകക്ഷി യോഗമൊക്കെ ചേർന്ന് സർവകക്ഷി യോഗത്തിലേക്ക് വന്നില്ല. ഇന്നലെ അവിടുത്തെ ജനങ്ങൾ പൊതുവിൽ നമ്മളോടൊക്കെ ആഭിമുഖ്യം കാണിക്കുന്ന വിഭാഗമാണ്. അവരൊരു പ്രതിഷേധമാണ് ഇന്ന് വരുന്നത്. സ്വാഭാവികമായിട്ട് നാളെ തന്നെ ജനകീയ സമിതിക്ക് രൂപം കൊടുക്കും. ആ സമിതിയുടെ നേതൃത്വത്തിൽ നിയമപരമായും അല്ലാതെയുമുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. നമ്മളോടൊപ്പം മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ ബേബി സുധ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആ പ്രദേശത്തുള്ള ആശങ്കയൊക്കെ നിങ്ങളെയൊക്കെ ആയിരിക്കും അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ ഇന്നലെ എല്ലാ കോളനിൽ നിന്നും എല്ലാ കാര്യം വിളിച്ചിരുന്നു. വളരെ സങ്കടത്തോടു കൂടി അവരെന്താ ഞങ്ങൾ മനുഷ്യരല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ഉണ്ടാവണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആറ്റൂർ കൊമ്പൻ ഇവിടെ വരുമ്പോൾ നമ്മൾ തടഞ്ഞിരുന്നു. ആ രീതി ചില്ലിക്കൊമ്പൻ വന്നിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രക്ഷോഭമായി മുന്നോട്ട് പോയി ആനയെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല ആണ് അവരുടെ. അതായത് വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭം തന്നെയായിരിക്കും പറമ്പിക്കുളത്ത് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ നാളെ തന്നെ ഉണ്ടാകും. ഇന്ന് പ്രതിഷേധം പറമ്പിക്കുളത്താണ് പ്രതിഷേധം. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ടാണ് കണ്ടത്. ഇടുക്കി ചിന്നക്കനാലിൽ വനംവകുപ്പ് നടത്തുന്നത് കുടിയിറക്ക് ശ്രമമെന്ന് നാട്ടുകാർ. അരിക്കൊമ്പൻ വിഷയം കോടതിയിൽ എത്തിയതിനു പിന്നിൽ വനംവകുപ്പാണെന്ന ആരോപണവും ശക്തമാണ്. അതേസമയം ചിന്നക്കനാലിൽ വനഭൂമി ഇല്ല എന്നും റവന്യൂ ഭൂമി മാത്രമാണ് ഉള്ളതെന്നുമാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നത്. 1950കളിൽ ആരംഭിച്ചതാണ് ചിന്നക്കനാൽ സിങ്കുകണ്ടത്തെ കുടിയേറ്റം. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രദേശവാസികൾ കുടിയിറക്ക് ഭീഷണിയിലാണ്. റീസർവേ നടക്കാത്തതിനാൽ ഇവർക്ക് പട്ടയം ലഭിക്കുന്നില്ല. ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം വിതരണം ചെയ്ത ഭൂമിയിലെ കയ്യേറ്റക്കാരാണ് ഇവർ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആദിവാസി പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ വില്ലേജിൽ ഇല്ലെന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. ഈ രേഖകളിൽ ഞങ്ങൾ ഇവിടുത്തെ കർഷകർ ഉൾപ്പെടാതെ പോയതാണ് ഞങ്ങൾ ഇന്ന് കയ്യേറ്റക്കാരും ആയി മാറിയിരിക്കുന്നത്. വനം വകുപ്പിന് 1 സെന്റ് പോലും വനഭൂമിയില്ല എന്നുള്ള രേഖകളും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്നാൽ ഈ റവന്യൂ ഭൂമികൾ തട്ടിയെടുത്ത് ഏകധാര വനപദ്ധതിയും അതുപോലെ തന്നെ ആനയിറങ്കൽ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന വനം വകുപ്പിൻ്റെ പ്രോജക്റ്റ് നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ കർഷകരുടെ ഭൂമി തട്ടിയെടുക്കുന്നതായാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതിനാൽ പഠന ആവശ്യത്തിന് പോലും ബാങ്ക് വായ്പ ലഭ്യമാകാത്ത അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. കാട്ടാന വിഷയം വിവാദമാക്കി മേഖലയാകെ വനമാണെന്ന പ്രചരണം നടക്കുമ്പോൾ റവന്യൂ വകുപ്പ് നൽകുന്ന വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് ചിന്നക്കനാലിൽ വനഭൂമി ഇല്ല എന്നാണ്. ആനപ്പാർക്ക് നിർമ്മിക്കുന്നതിനായി ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനാണ്
വനം വകുപ്പ് ശ്രമം എന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് ചിന്നക്കനാൽ പഞ്ചായത്തിൽ വനം വകുപ്പിന് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലെന്നാണ്. ആനപ്പാർക്ക് പദ്ധതിക്കായി കർഷകരുടെ ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ചിന്നക്കനാലിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. വനം വകുപ്പിന്റെ ടൂറിസം പദ്ധതികൾ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് കാരണമാകുന്നതായി ആരോപണമുണ്ട്. മതികെട്ടാൻ ചോലയിലടക്കം വനം വകുപ്പ് ടൂറിസം ആക്ടിവിറ്റികൾ നടപ്പിലാക്കുന്നു. വനമേഖലയിലെ ടൂറിസം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ ഒരുങ്ങുകയാണ് കർഷക സംഘടനകൾ. ആക്രമണകാരിയായ അരിക്കൊമ്പനെ പിടികൂടുന്നതിനെതിരെ മൃഗസ്നേഹികൾ ഹർജിയുമായി രംഗത്തെത്തിയതോടെയാണ് വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം വനം വകുപ്പ് ഒരുക്കുന്നില്ലെന്നാരോപിച്ച് കർഷക സംഘടനകളും രംഗത്തെത്തിയത്. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളോട് ചേർന്ന് കിടക്കുന്ന മതികെട്ടാൻ ചോലയിൽ വനം വകുപ്പ് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നുണ്ട്. ഇരവികുളം, പാമ്പാടും ചോല, പെരിയാർ, ഇടുക്കി വനമേഖലകളിലും ടൂറിസം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇരവികുളം നാഷണൽ പാർക്കിലെത്തുന്ന സഞ്ചാരികൾ വരയാടുകളെ തൊടുന്നതും അടുത്തുനിന്ന് ചിത്രമെടുക്കുന്നതും ചൂണ്ടിക്കാട്ടിയാണ് കർഷക സംഘടനകൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇന്ന് നമ്മുടെ വരയാടുകളടക്കമുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മേഖലയിൽ ചിന്നാർ വന്യജീവി സങ്കേതം അത്തരം വിവിധ നാഷണൽ പാർക്കുകളെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോയി താമസിപ്പിച്ച് ഈ വന്യമൃഗങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന തരത്തിൽ വനത്തെ മാലിന്യം കൊണ്ട് നിറയ്ക്കുന്ന തരത്തിലുള്ള വലിയ വ്യാപാരമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനം വന്യജീവി സംരക്ഷണ നിയമത്തിനെതിരെയാണ് സംരക്ഷിത മേഖലയിൽ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് കർഷകർ പറയുന്നു. ഉൾക്കാടുകളിലെ ജനസാന്നിധ്യം വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിന് കാരണമാകുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. കടുവ ഭീതിയിലാണ് പത്തനംതിട്ട പെരുന്നാടുകുളത്തും നിലവേൽ നിവാസികൾ. തുടർച്ചയായി വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ചതോടെയാണ് പ്രദേശവാസികൾ ഭീതിയിലായത്. വനംവകുപ്പ് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രദേശത്ത് വനപാലകരുടെ ശക്തമായ നിരീക്ഷണം തുടരുകയാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് പെരുന്നാട് കുളത്തും നിലവേൽ റെജി തോമസിന്റെ പശുവിനെ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ വെച്ച് കടുവ ആക്രമിച്ചു വന്നത്. ഇതോടെ പ്രദേശമാകെ കടുവാ ഭീതിയിലായി. തൊട്ടടുത്ത ദിവസം വീടിന് സമീപം കടുവയെ നേരിട്ട് കണ്ടതായും പ്രദേശവാസികൾ പറയുന്നു. ഇതിനിടയിലാണ് പെരുന്നാട് ബദനി പൊതുവേൽ ഭാഗത്ത് രാജന്റെ പശുവിനെ കടുവ വന്നത്. 4 മണിയായപ്പോഴാണ് പോയി നോക്കിയപ്പം പശു ചത്ത് കിടക്കുന്ന കാണുന്നു. അപ്പോൾ അതിൻ്റെ പിൻഭാഗം കടിച്ച് മുഴുവൻ പറിച്ച് കഴുത്തും കടിച്ച് പറിച്ചു. അതിൻ്റെ അങ്ങനെ നമുക്ക് അങ്ങനെ മനസ്സിലായി ഇതെന്തെങ്കിലും വന്യജീവിയാണെന്ന് ആക്രമണമെന്ന് വിചാരിച്ചു. നമ്മൾ അന്നേരം ഫോറസ്റ്റുകാർ ഉടനെ അത് സ്ഥലത്ത് വന്നു. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു. അവർ ഫോറസ്റ്റുകാർ പ്രാഥമികമായ അന്വേഷണമായിട്ട് അവർ പറഞ്ഞു ഇത് പുലിയായിരിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ ഡോക്ടർ വന്നാണ് ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഇത് പുലിയല്ല, ഇതിൻ്റെ കഴുത്തിൽ ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പല്ലുകൾ തമ്മിൽ 8 ഇഞ്ച് അകലമുണ്ട്. 8 ഇഞ്ചും പൊട്ട് 8 സെൻറ്റിമീറ്റർ, പിന്നെ 6 സെൻറ്റിമീറ്റർ താഴ്ചയുണ്ടെന്ന് പറഞ്ഞു മുറിവിന്. അപ്പോൾ ഇത് പുലിയാകാൻ സാധ്യതയില്ല, കടുവാന്ന് പുള്ളി ഡോക്ടറാണ് പറയുന്നത്. വനപാലകർ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. തുടർച്ചയായി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് കൂട് വെക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇപ്പം നമുക്കിപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നാളെ വന്നിട്ട് നമ്മുടെ ഒരു മൃഗത്തിനെ പിടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ നമ്മളിൽ ഒരാളെ ആക്രമിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് ഇവർ ക്യാമറ കൂട് വെച്ചു ഇപ്പോൾ ഇതിനെ പിടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കടുവാ ഭീതിയെ തുടർന്ന് ടാപ്പിംഗ് ജോലിക്ക് പോകുന്നവർക്കുൾപ്പെടെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കടുവയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടതോടെ കർഷകരും പ്രതിസന്ധിയിലാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ഡ്യൂട്ടി മറന്ന് നൃത്തം ചെയ്ത SIക്ക് സസ്പെൻഷൻ. ഇടുക്കി പൂപ്പാറയിലാണ് ഈ സംഭവം. ശാന്തൻപാറ SI ഷാജിക്കെതിരെ മൂന്നാർ DYSPയുടെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസം പൂപ്പാറ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയായിരുന്നു സംഭവം. ഉത്സവത്തിൽ ക്രമസമാധാന പാലനത്തിന് എത്തിയതായിരുന്നു ശാന്തൻപാറ SI ഷാജിയും സംഘവും. ഇതിനിടെ തമിഴ് ഗാനം കേട്ടതോടെ SI നൃത്തം തുടങ്ങി. നൃത്തം നീണ്ടുപോയതോടെ നാട്ടുകാർ SIയെ പിടിച്ചുമാറ്റി. നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ന്യൂസ് 18 ഇടുക്കി.
നാട്ടുവർത്തമാനത്തിലേക്ക് വീണ്ടും. തിരുവനന്തപുരത്ത് ട്രെയിനിൽ കഞ്ചാവ് പിടികൂടി. ചെന്നൈ ട്രിവാൻഡ്രം എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് 8 കിലോയിലേറെ കഞ്ചാവ് പിടിച്ചത്. സീറ്റിനടിയിൽ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. എക്സൈസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ചേർന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കഞ്ചാവ് കൊണ്ടുവന്നവരെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ്. വയനാട് കമ്പളക്കാട് വൻ ലഹരി മരുന്ന് വേട്ട. കഞ്ചാവും ബ്രൗൺ ഷുഗറും പിടിച്ചെടുത്തു. ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണ് ഇവ പിടിച്ചത്. കോതമംഗലം വെളിയേൽച്ചാലിന് സമീപം കൂരികുളത്ത് കിണറിൽ വീണ മൂർഖൻ പാമ്പിനെ രക്ഷപ്പെടുത്തി. പുന്നേക്കാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചു. വനപാലകർ ആവശ്യപ്പെട്ടതനുസരിച്ച് ആവോലിച്ചാലിൽ നിന്നും പാമ്പ് വിടുതൽ വിദഗ്ധൻ CK വർഗീസ് എത്തി കിണറിൽ നിന്നും പാമ്പിനെ പിടിച്ച് വനപാലകർക്ക് കൈമാറി. കോഴിക്കോട് താമരശ്ശേരിയിൽ അനധികൃത മണൽ ഖനനത്തിനെതിരെ റവന്യൂ വകുപ്പ് നടപടി ആരംഭിച്ചു. കൂടത്തായി കരിങ്ങമണ്ണ കടവിൽ നിന്ന് മണൽ കടത്തുകയായിരുന്ന ടിപ്പർ ലോറി റവന്യൂ സ്ക്വാഡ് പിടിച്ചെടുത്തു. അർദ്ധരാത്രിയിൽ നടത്തിയ നീക്കത്തിലാണ് മണൽ കടത്ത് പിടികൂടിയത്. ഇരുതുള്ളിപ്പുഴയുടെ കൂടത്തായി കരിങ്ങമണ്ണ ഭാഗങ്ങളിൽ മണൽക്കടത്ത് വ്യാപകമാണെന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് റവന്യൂ വകുപ്പ് പരിശോധന നടത്തിയത്. അർദ്ധരാത്രിയോടെയാണ് കടത്ത് സജീവമാകുന്നത്. ഈ സമയത്ത് നിരീക്ഷണം ശക്തമാക്കണമെന്ന് കാട്ടി താമരശ്ശേരി വില്ലേജ് ഓഫീസർ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. റവന്യൂ സംഘം പരിശോധനയ്ക്കെത്തിയപ്പോൾ ടിപ്പറിൽ മണൽ കയറ്റുന്നുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരെ കണ്ടതോടെ മണൽക്കടത്ത് സംഘം ഓടി രക്ഷപ്പെട്ടു. ടിപ്പർ കസ്റ്റഡിയിലെടുത്ത് RDOയ്ക്ക് റിപ്പോർട്ട് നൽകിയതായി തഹസീൽദാർ D. സുബൈർ പറഞ്ഞു. തൂക്കുപാലത്തിനടുത്തായിട്ട് അനധികൃതമായിട്ട് മണൽ കടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പലം പരിശോധിച്ചതിലവിടെ മണൽ കൂട്ടിയിട്ടതായി കണ്ടിരുന്നു. പക്ഷേ ഇത് രാത്രി കാലങ്ങളിലാണ് കടത്തിപ്പോകുന്നത് എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുകയും അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ ആ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കടവുകളിൽ പരിശോധന കർശനമാക്കുമെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 താമരശ്ശേരി. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ പ്രപഞ്ചയാഗം ഇന്ന് അവസാനിക്കും. പൗർണമി ദിനമായ ഇന്ന് ലോകക്ഷേമാർത്ഥ മഹാസങ്കല്പ പൂജ, പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി പൂജ തുടങ്ങി 41 പൂജകളാണ് നടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യത്തെ പ്രപഞ്ചയാഗത്തിനാണ് ഇതോടെ വിരാമമാകുന്നത്. ഹിമാലയത്തിൽ നിന്നെത്തിയ കൈലാസപുരി സ്വാമിയുടെ കാർമ്മികത്വത്തിൽ 108 ക്ഷേത്രങ്ങളിലെ ആചാര്യന്മാർ ഒത്തുചേർന്ന പൗർണമിക്കാവിനെയും പരിസരങ്ങളെയും ആത്മീയ ലോകമാക്കി മാറ്റിയ 6 ദിനങ്ങളാണ് കടന്നുപോയത്. ഇതുവരെ മലയാളി കേൾക്കാത്ത ബഗളമുഖി, ബ്രഹ്മാസ്ത്ര ഹോമം പോലുള്ള അപൂർവം പൂജകൾ ഉൾപ്പെടെ 108 പൂജകളാണ് യാഗശാലയിൽ നടന്നത്. നേപ്പാളിലെ പശുപതി ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയായ ഗണേഷ് ഭട്ട, രാമേശ്വരം, കാളഹസ്തി, കന്യാകുമാരി, കാശി വിശ്വനാഥ ക്ഷേത്രം, ഗുരുവായൂർ എന്നീ മഹാക്ഷേത്രങ്ങളിലെ ആചാര്യന്മാർ എന്നിവർ ഇന്നത്തെ പൂജകളിൽ പങ്കെടുക്കും. നമ്മൾ 10 ലക്ഷം 15 ലക്ഷം പേർ വരുമെന്ന് പ്രതീക്ഷിച്ചു. ഇപ്പൊ എത്ര ലക്ഷം വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രത്തേക്ക് ജനങ്ങൾ ഇവിടെ പൗർണമിക്കാവിലേക്ക് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചതിലും വൻ വിജയമായിരുന്നു ഈ യാഗം. 108 ശക്തിപീഠങ്ങളിൽ നിന്നും കൊണ്ടുവന്ന മണ്ണും തീർത്ഥവും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഈ യാഗത്തിൽ മഹാകാലഭൈരവ ഹവനം 1,08,000 തിലഹോമം നടത്തുന്നതിന് തുല്യമായിരുന്നു. അത് ഭക്തജനങ്ങൾ അത് ഏറ്റെടുക്കുകയായിരുന്നു. ഹോമങ്ങളുടെ പേരേ നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല. ഇത് കലിയുഗത്തിൽ ആദ്യമായിട്ടാണ് ഈ പ്രപഞ്ചയാഗം നടക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാലത്ത് നടന്നെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം ഈ യാഗം ആദ്യമായിട്ടാണ് ഭൂലോകത്ത് നടക്കുന്നത്. പൗർണമി ദിവസമായ ഇന്ന് ലോകക്ഷേമാർത്ഥ മഹാസങ്കല്പ പൂജ, പൗർണമിക്കാവ് ബാലത്രിപുരസുന്ദരി പൂജ, 51 അക്ഷര ദേവതാ പൂജ തുടങ്ങി 41 പൂജകളാണ് നടക്കുന്നത്. രാത്രി 9 മണിക്ക് നടക്കുന്ന ഗുരുതിയോടെയാണ് ചരിത്രത്തിൽ ആദ്യത്തെ പ്രപഞ്ചയാഗത്തിന് സമാപനമാകുന്നത്. യാഗസമാപനത്തോടെ അടയ്ക്കുന്ന നട അടുത്ത പൗർണമിയായ മെയ് 5-ാം തീയതി തുറക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം ശാസ്താംകോട്ട അമ്മൻ കോവിലിലെ 9 ദിവസം നീണ്ടുനിന്ന അമ്മൻ കടോത്സവം സമാപിച്ചു. ആചാരാനുഷ്ഠാനങ്ങളോടെ കരകമെഴുന്നള്ളത്തിന്റെയും ഘോഷയാത്രയുടെയും അകമ്പടിയോടെയാണ് ഉത്സവത്തിന് കൊടിയിറങ്ങിയത്.
ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കരകമെഴുന്നള്ളത്തിനും ഘോഷയാത്രയ്ക്കും നാടൊന്നാകെ ദീപം കൊളുത്തിവെച്ച് വരവേൽപ്പ് നൽകി. ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തോളം പാരമ്പര്യമുള്ള അമ്മൻകോവിലിന്റെ ചരിത്രം ആരംഭിക്കുന്നത് തിരുനെൽവേലി ജില്ലയിലെ ശങ്കരൻകോവിലിൽ നിന്നുമാണ്. കായംകുളം രാജാവിന്റെ ക്ഷണപ്രകാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര നിർമ്മാണത്തിന് ശാസ്താംകോട്ടയിലെത്തിയ വിശ്വകർമ്മജരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ തലമുറ. ദക്ഷിണ ഭാരതത്തിലെ പ്രശസ്തമായ മിക്ക ക്ഷേത്രങ്ങളും നിർമ്മിച്ചത് സ്വർണ്ണാഭരണ നിർമ്മാണവും ക്ഷേത്ര നിർമ്മാണവും കുലത്തൊഴിലായി സ്വീകരിച്ച ഈ വിശ്വകർമ്മജരാണ്. രാജക്ഷണം സ്വീകരിച്ച് ശാസ്താംകോട്ടയിലെത്തിയ ഇവർ കുലദേവതയായ തേവാരമൂർത്തിയെയും വഹിച്ചുകൊണ്ടായിരുന്നു വന്നത്. ക്ഷേത്ര നിർമ്മാണ ശേഷം അവരിൽ ഒരുപറ്റം ആളുകൾ ശാസ്താംകോട്ടയിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. ഇതിനിടെ ആരാധനയില്ലാതെ മറഞ്ഞുകിടന്ന തേവാരമൂർത്തിയെ പിന്നീട് യഥാവിധി പ്രതിഷ്ഠിച്ച് കോവിൽ പണിത് ആരാധന ആരംഭിക്കുകയും ചെയ്തു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന അമ്മൻകോവിലിൽ വിശ്വകർമ്മജരാണ് പൂജാതികർമ്മങ്ങൾ നടത്തിവരുന്നത്. ആചാരങ്ങൾക്ക് കോട്ടം വരാതെ കാളിയൂട്ട്, ഗുരുസി, പൂപ്പടതുള്ളൽ, മഞ്ഞനീരാട്ട് തുടങ്ങിയ അപൂർവ പൂജകളും ചടങ്ങുകളും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. കുത്തിയോട്ട വഴിപാടാണ് ശാസ്താംകോട്ട അമ്മൻകോവിലിലെ ഇഷ്ടനേർച്ച. അമ്മൻകുട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്രയിൽ നാടൊന്നാകെ അണിനിരുന്നപ്പോൾ അമ്മൻകുടവും തമിഴ് ആചാരത്തിന്റെ ഭാഗമായ പമ്പമേളവും ചെണ്ടമേളവും താലപ്പൊലിയും ശിങ്കാരിമേളവും ഫ്ലോട്ടും അകമ്പടിയായി. പുലർച്ചെ നടന്ന കാളിയൂട്ടും തുടർന്ന് വൈകിട്ട് നടന്ന മഞ്ഞനീരാട്ടോടും കൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമായി. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ്. ന്യൂസ് 18 ശാസ്താംകോട്ട. കോഴിക്കോട് മുക്കത്ത് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് വനസൗഹൃദ സദസ്സ് സംഘടിപ്പിക്കും. വനാതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അവരുമായി ചർച്ച നടത്തി പരിഹാരം കാണുന്നതിനുമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 3 മണി മുതൽ മുക്കം MMO ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ജനപ്രതിനിധികൾ മുഖേന പൊതുജനങ്ങൾക്ക് പരാതി നൽകാനും പ്രശ്നപരിഹാരത്തിനും വനസൗഹൃദ സദസ്സ് വേദിയാകും. പൊതുപരിപാടിക്ക് മുന്നോടിയായി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. തൃശൂർ മറ്റത്തൂർ വരന്തരപ്പിള്ളി പഞ്ചായത്തുകളിൽ നിർദ്ദിഷ്ട മലയോര ഹൈവേ നിർമ്മാണത്തിന് ഭൂമി വിട്ടു നൽകുന്നവരുടെ യോഗം വെള്ളിക്കുളങ്ങരയിൽ നടന്നു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മലയോര ഹൈവേക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്ന പാലപ്പള്ളി, വെള്ളിക്കുളങ്ങര മേഖലയിലുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഭൂമി നൽകുന്നവരിൽ നിന്നും ആവശ്യമായ സമ്മതപത്രം വാങ്ങുന്നതിനായി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റിക്ക് യോഗം രൂപം നൽകി. നാട്ടുവർത്താനം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.